ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫിഷ് കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ ഉണ്ടാക്കാൻ സുഖമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരു 1/2 കിലോന് ഫിഷ് പീസ് ഞാൻ ഇവിടെ എടുത്തിട്ട് കറി വെക്കുകയാണ്. ചൂടുള്ള പാനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, 1/2 ടീസ്പൂൺ ഉലുവയിടാം, 1 ഇഞ്ച് ഇഞ്ചി, ഇനി അതിലും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, എന്നാൽ ചെറുതായിട്ട് അരിയാം. 2 പച്ചമുളക് ഇടാം, ഒരു വലിയ സവാള ഫുള്ള് അരിഞ്ഞതിടാം. ഈ സമയം വാളംപുളി 3 എണ്ണം ഇളം ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല നമുക്ക് കുതിർത്ത് വെക്കാം. ശേഷം ഈ സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി മസാലയൊക്കെ വെന്തു എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. കുടംപുളി നമുക്ക് കുതിർത്ത് വെച്ചിട്ട് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓപ്ഷണലാണ്, പക്ഷേ ആ ഒരു ഫ്ലേവറും കൂടിയാണ് അടിപൊളി ടേസ്റ്റ് ഈ മീൻ കറിക്ക് കൊടുക്കുക. ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ പുളി ഒന്നുകൂടി കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തിളച്ച് മസാലയ്ക്ക് ഒന്നുകൂടെ സെറ്റായി തോന്നുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മീൻ വെച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കാണ്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം ഫിഷ് പീസുകളെല്ലാം. ഇനി അത്യാവശ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് അരച്ച് വെച്ച കാഷ്യൂവിൻ്റെയും അതുപോലെ പൊട്ടുകടലയുടെയും പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ പൊട്ടുകടലയ്ക്ക് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും ഭയങ്കര ഫ്ലേവർ കൂട്ടുന്നേ ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഇല്ല, അതുകൊണ്ട് ഞാൻ പൊട്ടുകടല കൂടെ ചേർക്കുന്നു. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യുക, വറവിടാം. വെളിച്ചെണ്ണ എടുക്കാം, ചെറിയുള്ളി ഫ്രോസൺ ചെയ്തതാണിത്. ആ ചെറിയുള്ളി തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് വറവിട്ടിട്ട് ശേഷം വേപ്പിൻ്റെ ഇലയും ഞാൻ ഇങ്ങനെ എണ്ണയിൽ വഴറ്റി ഫ്രോസൺ ചെയ്ത് വെച്ചതുണ്ട്, അതും എന്ത് ചെയ്യുക ഇട്ട് കൊടുക്കുക. ആദ്യം വെളിച്ചെണ്ണയിൽ ഉലുവൊക്കെ പൊട്ടിച്ച് വറവെടുത്തതാണെങ്കിലും ലാസ്റ്റ് നമ്മുടെ ആ ചെറിയുള്ളിയുടെയും വേപ്പിലയുടെയും ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വറവിടുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലും കറി വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിൽ അരച്ച് ചേർക്കാൻ കാഷ്യൂ മസ്റ്റാണ്. കാഷ്യൂ മാത്രമായാലും കുഴപ്പമില്ല, കാഷ്യൂം തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല. ഈ പൊട്ടുകടല ചേർക്കുന്നത് ലീസ്റ്റ് ഓപ്ഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.